എൻ്റെ പേര് ഷിബിൻ എന്നാണ്. വീട് ഇവിടെ അടുത്ത് തന്നെ ചളിക്കോട്ടം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ചെറിയൊരു കോൺട്രാക്ടറാണ്, ഇൻറ്റീരിയർ കോൺട്രാക്ടറാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന മെറ്റീരിയൽ തോംസൺ മൾട്ടിവുഡാണ്. ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 14-15 വർഷത്തോളമായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 28-30 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ മൾട്ടിവുഡിൻ്റെ വരവോടുകൂടി നമുക്ക് പല ബ്രാൻഡുകൾ നമ്മുടെ വിപണിയിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിലവിലിപ്പോൾ ഞാനൊരു കഴിഞ്ഞൊരു ഏതാണ്ടൊരു 14 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്, വാർഡ്രോബ് എന്ന് വേണ്ട നമ്മുടെ ഒരു വീടുകളിലേക്ക് വേണ്ട അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്നത് തോംസൺ മൾട്ടിവുഡ് തന്നെയാണ്. കാരണം അതിൻ്റെ ആ ഡെൻസിറ്റി പവർ, ഇപ്പോൾ കുറഞ്ഞ ഡെൻസിറ്റി എടുത്താലും അതിൻ്റേതായ ഒരു ക്വാളിറ്റി അതിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സാധാരണ നമ്മൾ മറ്റ് മൾട്ടിവുഡുകൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ 4 നീളവും വീതവും, അതായത് എൻ്റെ 4 സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യം വരും. കാരണം വെച്ചാൽ അത് ലെവലായിരിക്കില്ല. പക്ഷേ നമ്മുടെ തോംസനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം ഒരു പക്ക ഒരു ലെവലായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് അതും കൂടി നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ വർക്കിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ആ ഒരു മൾട്ടിവുഡിൻ്റെ ആ എഡ്ജ് നമുക്ക് അധികം കളയേണ്ടി വരില്ല. അങ്ങനെ ചില പ്രത്യേകതകൾ നമ്മുടെ ഈ തോംസൺ മൾട്ടിവുഡിനുണ്ട്. പിന്നെ ഇതിൻ്റെത് പക്ക കാലിബ്രേറ്റഡ് ആയിരിക്കുള്ളൂ. നമുക്ക് മൈക്കൊക്കെ കൂട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലെ ബബ്ലോ അങ്ങനെ ഒന്നും വരില്ല. നല്ല 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 പക്കയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് മൈക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ, മൈക്ക വർക്ക് ചെയ്യുകയാണെങ്കിൽ മൈക്ക് ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പൊതുവേ നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വുഡ് ഇപ്പോൾ തോംസൻ്റെ വുഡ് തന്നെയാണ്, തോംസൺ മൾട്ടിവുഡ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ എഡ്ജൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ഇതിപ്പോൾ പെയിൻറ്റാണ് ചെയ്തേക്കണത്. ഇത് മൈക്ക് ഒട്ടിച്ചങ്ങനല്ല, പെയിൻറ്റിംഗ് ആണ്. സാധാരണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചില ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു തെറിപ്പ് പോലെയൊക്കെ വരും, ചെറിയ എഡ്ജൊക്കെ എടുത്ത് പോകും. പക്ഷേ ഇത് നമുക്ക് പക്ക ഫിനിഷിങ്ങിൽ കിട്ടും. പെയിൻറ്റേഴ്സിനാണെങ്കിലും വലിയ അധികം വർക്കൊന്നും വരില്ല അതിനകത്ത്. കാരണം വെച്ചാൽ ചെറിയ രീതിയിൽ പുട്ടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ അവർക്കും ആ വർക്ക് ഒരു സേവിങ് ആണ്, അവരുടെ ടൈമിങ്ങും സേവിങ് ആണ്, അവരുടെ മെറ്റീരിയലും അവർക്ക് സേവിങ് ആണ്. നമുക്കത് പക്ക ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. ഒരുപാട് പുട്ടി വർക്ക് ഇതിനകത്ത് വരുന്നില്ല എഡ്ജിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ബെസ്റ്റ് വുഡ് തോംസൺ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് മിക്ക വർക്കുകളിലും ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കിച്ചൺ കബോർഡിനെ അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ മൾട്ടി കളർ നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് വണ്ടികൾ തുടച്ച് കഴുകുന്ന പോലെ നമുക്ക് തുടച്ച് കഴുകുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റിന് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളേഴ്സ് നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റും. അതാണ് നമ്മുടെ മൾട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ. ഇപ്പോൾ നമുക്ക് കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് വാഷ് ബേസിനിൽ നമുക്ക് ബേസൻ കംപ്ലൈൻ്റ് ആണ് എല്ലാവരും പറയുന്നത്. ബേസനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഈ ബേസിൻ്റെ ഷട്ടേഴ്സ് ഒരിക്കലും നമുക്കത് വെള്ളം വീണ് നമുക്കത് നശിച്ചു പോകുന്നില്ല. നേരെ കുറച്ച് പ്ലൈവുഡോ മറ്റേതെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടിയൊക്കെ വെള്ളം ഇറങ്ങി ഇത് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ മൾട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനൊരു പ്രശ്നമേ നമുക്ക് വരാറില്ല. പ്രത്യേകിച്ച് തോംസൺ മൾട്ടിവുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മൾട്ടി കളർ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈർപ്പമുള്ള ഒരു പ്രദേശങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഈർപ്പത്തിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് മൾട്ടിവുഡിൽ വരുന്നില്ല. കാരണം വെച്ചാൽ മൾട്ടി അത്ര നമുക്ക് സേഫാണ്. ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. നമ്മൾ പോയാലും നമ്മുടെ മൾട്ടി എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും.